ശാസ്തമംഗലത്തെ BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ സി മലയാളം ന്യൂസൊപ്പം ജെറിയാണ്. അവസാനഘട്ട പ്രചരണമാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗംഭീര പ്രചരണങ്ങളൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാന നിമിഷങ്ങൾ എങ്ങനെയാണെന്ന് പോകുന്നു? ആദ്യം ഉള്ളതുപോലെ തന്നെ അതേ വളരെ നല്ല ഊർജ്ജസ്വലതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. ഡേ 1 തൊട്ട് ഇതുവരെ യാതൊരു മാറ്റവും ഇല്ലാതെ ഒരേ ഒരു നല്ല ഒരു ഇതായിട്ട് ധൈര്യമായിട്ട് പോവുകയാണ് മുമ്പോട്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഇത്തവണ മേയറാവും? അത് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പോൾ പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി മേയറാകാൻ പറഞ്ഞാൽ ഇരുകൈ നീട്ടി സ്വീകരിക്കും? തീർച്ചയായിട്ടും. പാർട്ടി എൻ്റെ അടുത്ത് കോർപ്പറേഷൻ ഈ ഇലക്ഷന് നിൽക്കാൻ വാർഡ് ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചല്ലോ. വേറെ ഏത് IPS ഓഫീസർ, IAS ഓഫീസർ, DGP റാങ്കിലുള്ളവർ സമ്മതിക്കും. പാർട്ടി പറയുന്നത് അനുസരിക്കും. തൽക്കാലം അതാണ് നല്ലത്. കാരണം നമ്മുടെ നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്ന് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സമ്മതിച്ചത്. BJPയുടെ ലക്ഷ്യം ഏറ്റവും നല്ല ആൾക്കാരെ എല്ലായിടത്തും തിരഞ്ഞെടുത്ത് നിർത്തുക എന്നുള്ളതാണ്. എനിക്ക് ഇതൊരു വീണ് കിട്ടിയ അസുലഭ നിമിഷമാണ്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ ഒന്ന് പ്രതീക്ഷിച്ച് വന്നതല്ല. എനിക്ക് നരേന്ദ്രമോദിജിയോടുള്ള ആരാധന കൊണ്ട് BJP അംഗത്വം എടുത്തതാണ്. പക്ഷേ പിന്നെ BJPയുടെ അധ്യക്ഷ സ്ഥാനം കിട്ടിയപ്പോഴും അല്ലെങ്കിൽ ഈ വാർഡിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോഴും ഒക്കെ എനിക്ക് ഉള്ള തോന്നലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എനിക്ക് പുതിയതാണ്. അപ്പോൾ അതിൻ്റെ പഠനം എന്ന് പറയുന്നത് ഈ താഴെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് എനിക്ക് വളരെ നല്ലതായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ എനിക്കത് ശീലിച്ച് വരാവുന്ന ഒരവസരം കിട്ടും. ഏറ്റവും ചെറിയ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് എനിക്കിഷ്ടം. BJP അവിടെ കേന്ദ്രത്തിനടക്കം പരാതി നൽകുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം നടപ്പിലാക്കാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു പരാതിയാണ് നൽകിയിരിക്കുന്നത്. അതെ, BJP ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അഴിമതിക്കെതിരെയുള്ള പരാതിയുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 45 വർഷത്തെ ഒരു ഭരണമാണ് CPM-നോടുള്ളത്. അതിലൊരു മാറ്റം ഇത്തവണ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ജനം ഇത് മടുത്തു. നേരത്തെ ഇത്രയും നാൾ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നിർത്തിയതുപോലെ ഇനിയും നടക്കില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങി. ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഇപ്പോഴാണ് ശരിക്കും പുറത്തു വന്നത്. ആരെങ്കിലുമൊക്കെ ഭരിച്ചാൽ മതി എന്നുള്ളത് മാറി. ഇനിയിപ്പം സുസ്ഥിര വികസനം, നല്ല ഭരണം, അഴിമതിരഹിത ഭരണം, ഇതിനൊക്കെയായിട്ട് ജനം ആഗ്രഹിച്ചു തുടങ്ങി. അപ്പോൾ മാറ്റം ആസന്നമായിരിക്കുകയാണ്. ശബരിമല വിഷയമടക്കം പല സ്ഥലങ്ങളിലും ചർച്ചാ വിഷയമുണ്ട്. ഇത് BJPക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാവും എത്തവണ? തീർച്ചയായിട്ടും ഉണ്ടാവും. ശബരിമലയിൽ നമ്മൾ കേൾവി ഇല്ലാത്ത കാര്യമാണ്. ഭഗവാന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ കട്ടെടുത്ത് പോവുക, അതിനൊരു കേസ് വരിക, ക്രൈം കേസ് വന്ന് അന്വേഷിക്കുക, ഹൈക്കോടതി മോണിറ്റർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇതിന് മുമ്പ് നമ്മൾ കേരളത്തിൽ കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു വളരെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ഇല്ലായിരുന്നു എങ്കിലും ആളുകൾ ഇതേക്കുറിച്ച് പറഞ്ഞേനെ. ഇത്തവണ BJP തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനകം ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കും, വികസനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുമെന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെയായിരിക്കും പ്രധാനമായും ഉൾക്കൊള്ളിക്കുന്നത്? ശരിക്കും വികസനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് അതിൻ്റെ പല പല ഘട്ടങ്ങളിലായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ BJP അധികാരത്തിൽ വന്നാൽ 1-ാം ദിവസം തൊട്ട് കൊടിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നില്ല, അത് ഇല്ലാതാവും. അത് ഉറപ്പ് പറയാൻ പറ്റും. അഴിമതി നിൽക്കും. അതിനുശേഷം വികസിത പ്രഖ്യാപനം നടത്തുന്നത് പ്രധാനമന്ത്രി നേരിട്ട് വന്നു. ഇപ്പം പ്രധാനമന്ത്രി നമ്മളൊരു വികസനം പ്ലാൻ ചെയ്ത് നമ്മുടെ മനസ്സിൽ കണ്ടാൽ പോരല്ലോ, അതിന് ഫണ്ട് വേണ്ടേ, അതിന് ഒരു സപ്പോർട്ട് കേന്ദ്രത്തിൽ നിന്ന് വേണം. അപ്പോൾ ആ സപ്പോർട്ട് നൽകാനായിട്ടാണ് പ്രധാനമന്ത്രി ഇവിടെ വരുന്നത്. എന്തായാലും ശാസ്തമംഗലത്തെ BJP സ്ഥാനാർത്ഥിക്കും വലിയ ആത്മവിശ്വാസം തന്നെയാണ്. കൊട്ടിക്കലാശത്തിൻ്റെ തിരക്കുകളാണ് എവിടെയുമുള്ളത്. ക്യാമറമാൻ PV രജിത്തിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.